സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നിലവിൽ 8 മന്ത്രിമാരുടെ പേരുകൾ മാത്രമാണ് കോൺഗ്രസിൽ ധാരണയായിട്ടുള്ളത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, AP അനിൽകുമാർ, K മുരളീധരൻ, PC വിഷ്ണുനാഥ്, M ലിജു, ബിന്ദു കൃഷ്ണ, ചാണ്ടി ഉമ്മൻ എന്നിവരാണ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇല്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായേക്കും. KPCCയിലെ നിർണായക ചർച്ചകൾക്ക് ശേഷം വൈകിട്ട് മന്ത്രിസഭ പട്ടിക കൈമാറാനാണ് നീക്കം. തിരുവനന്തപുരത്ത് നിന്നും സേഫ് സൈനുലാബ്ദീൻ ചേരുന്നുണ്ട്. സേഫ്, അതായത് നോക്കൂ, മാരത്തോൺ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. 3:30-ക്ക് പട്ടിക കൈമാറും എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് നടക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നിലവിൽ 8 പേരുടെ മന്ത്രിസ്ഥാനം മാത്രമേ ഉറപ്പായിട്ടുള്ളൂ. എങ്ങനെയാണ് നിലവിലെ ഒരു അവസ്ഥ? ഭദ്ര, അതിനകത്ത് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുകയാണ്. അതിനകത്ത് മന്ത്രിമാരുടെ സാമുദായിക സമവാക്യങ്ങൾ, മന്ത്രിസഭയിലെ സാമുദായിക സമവാക്യങ്ങളാണ് കോൺഗ്രസ് നേടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറായി കൊണ്ടുവരാനുള്ളതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. പക്ഷേ അദ്ദേഹം അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹം സ്പീക്കർ സ്ഥാനം വേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. അത് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുക്കേണ്ടി വരും. ഏത് വകുപ്പ് കൊടുക്കും എന്നുള്ളതാണ് അവിടെ ചോദ്യമായി നിൽക്കുന്നത്. പൊതുഭരണത്തിനൊപ്പം തന്നെ ധനകാര്യവും തുറമുഖവും മുഖ്യമന്ത്രി തന്നെ കൈയാളും. രമേശ് ചെന്നിത്തലയാണെങ്കിൽ ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ അദ്ദേഹം ആയിരിക്കും ഭരിക്കുക. റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിന് കൊടുക്കാൻ വേണ്ടി ഏകദേശം ധാരണയായിട്ടുണ്ട്. ആരോഗ്യമാണെങ്കിൽ K മുരളീധരന് കൊടുക്കാൻ ധാരണയായിട്ടുണ്ട്. പക്ഷേ തിരുവഞ്ചൂർ വരുമ്പോൾ അപ്പോൾ ഏത് വകുപ്പ് കൊടുക്കും എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. പിന്നീടുള്ളത് വനമാണ്. വനം കൊടുത്തു കഴിഞ്ഞാൽ തിരുവഞ്ചൂർ അടങ്ങുമോ എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ അനുനയിപ്പിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. പിന്നീടുള്ളത് മന്ത്രിമാരുടെ സാമുദായിക സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് RC രമേശ് ചെന്നിത്തല 2 പേർക്ക് വേണ്ടി ഇപ്പോഴും വാദം തുടരുകയാണ്. അൻവർ സാദത്തിനും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനും വേണ്ടിയുള്ള സമ്മർദ്ദം അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ പിന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അൻവർ സാദത്ത് മന്ത്രിസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ T സിദ്ദീഖിനെയും ഷാനിമുൽ ഉസ്മാനെയും പരിഗണിക്കാൻ കഴിയില്ല. കാരണം മുസ്ലിം പ്രാതിനിധ്യ എന്ന നിലയിൽ ഒരുപാട് പേര് വരില്ല. ആകെ 12, മുഖ്യമന്ത്രി അടക്കം 12 പേരെ പറ്റൂ. അതിനിടയിൽ മുസ്ലിം പ്രാതിനിധ്യം ഒരുപാട് കോൺഗ്രസിന് ഉൾപ്പെടുത്താനും കഴിയില്ല. മറ്റ് സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇതിനിടയിലാണ് N ശക്തന്റെ ഒരു സമ്മർദ്ദമുള്ളത്. ഈ നാടാർ സമുദായത്തിന്റെ വലിയ രീതിയിലുള്ള വോട്ട് ഇത്തവണ UDFന് അനുകൂലമായി 5 മണ്ഡലങ്ങൾ, തിരുവനന്തപുരത്തെ 5 മണ്ഡലങ്ങൾ പോൾ ചെയ്യപ്പെട്ടിരുന്നു. ആ ഒരു സമ്മർദ്ദം ശക്തന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹവും മന്ത്രിസ്ഥാനത്തേക്ക് വരണം എന്നുള്ള നിലപാട് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഉറപ്പിച്ചത് നമുക്ക് പറയാൻ കഴിയുക രമേശ് ചെന്നിത്തല, K മുരളീധരൻ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, അതുപോലെ തന്നെ M ലിജു, ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവരാണ് അതിനകത്ത് ഉറപ്പിച്ചിരിക്കുന്നത്. വകുപ്പിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യം K മുരളീധരന് ഉണ്ടാകും. M ലിജുവിന്റെ വകുപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ചാണ്ടി ഉമ്മന് യുവജനക്ഷേമം ആയിരിക്കാം ചിലപ്പോൾ കിട്ടുക. ആരോഗ്യവകുപ്പായിരിക്കും K മുരളീധരൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യവകുപ്പായിരിക്കും. ഉന്നത വിദ്യാഭ്യാസമായിരിക്കും PC വിഷ്ണുനാഥ് കൈയാളുക എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ മൊത്തം ബാക്കിയുള്ള മന്ത്രിമാരെ തീരുമാനിക്കുന്നത് സംബന്ധിച്ചാണ് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നത്. അത് വയനാട്ടിൽ നിന്നൊരു മന്ത്രി വേണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നിരുന്നു. IC ബാലകൃഷ്ണന്റെ പേര് രമേശ് ചെന്നിത്തല പറയുമ്പോൾ അവിടെ T സിദ്ദീഖിന്റെ പേര് KC വേണുഗോപാൽ പറയുന്നുണ്ട്. അങ്ങനെ 2 പേര് വയനാട്ടിൽ നിന്ന് കൊണ്ടുവരാനും കഴിയില്ല. അങ്ങനെ പ്രാദേശിക പ്രാതിനിധ്യത്തിന്റെ ഒരു പ്രശ്നം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. സാമുദായിക സമവാക്യത്തിന്റെ പ്രശ്നം മറ്റൊന്നായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് 2 മണിക്ക് പട്ടിക കൈമാറാനായിരുന്നു നിലവിൽ ഉണ്ടായിരുന്ന ആലോചന. പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അനൂപ് ജേക്കബുമായിട്ട് VD സതീശൻ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഘടകകക്ഷികളുടെ സമ്മർദ്ദം മറ്റൊരു തരത്തിൽ ഉള്ളത്. അത് പരിഹരിക്കുന്നതിനിടയിൽ ഇതുകൂടി പരിഹരിക്കാനുണ്ട്. ആദ്യം പരിഹരിക്കേണ്ടത് കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ്. അത് പരിഹരിച്ച് ഇന്ന് തന്നെ എന്തായാലും കൊടുക്കണം. കാരണം നാളെ രാവിലെ 10 മണിക്ക് എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സെൻട്രൽ സ്റ്റേഡിയം അതിനുവേണ്ടി സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ സത്യപ്രതിജ്ഞ എന്തായാലും 21 മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സതീശൻ ഇന്നലെ 3-4 തവണ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഇന്നത്തോടെ പരിഹരിക്കാൻ കഴിയും എന്ന വിലയിരുത്തലും പ്രതീക്ഷയുമൊക്കെയാണ് കോൺഗ്രസിൽ ഇപ്പോഴും ഉള്ളത്. എന്താണ് ഉള്ളിൽ നടക്കുന്നത് എന്നത് സംബന്ധിച്ച് നേതാക്കൾ ഇപ്പോൾ വ്യക്തത തരുന്നില്ല. ഇതാണ് നമ്മൾ പറഞ്ഞതൊക്കെയാണ് ആശയക്കുഴപ്പങ്ങൾ. ആ ആശയക്കുഴപ്പങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് വരും സമയങ്ങളിൽ അറിയാം. ഭദ്ര.